ഇവിടെ പല വാഹനങ്ങളിലും പല കടകളിലുമായി ഞങ്ങളുടെ ഈ ശ്രദ്ധ കേൾക്കുവാനിടയായി തീർന്ന നിങ്ങളെല്ലാവരെയും പിതാവായ ദൈവത്തിൻ്റെയും തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് അല്പസമയം നിങ്ങളെ ഈ ദൈവിക ചിന്ത ഉണർത്തിക്കൊണ്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന യാഥാർത്ഥ്യം എന്തെന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും ഒരു നാൾ മരണത്തിന്റെ കീഴിലേക്ക് പോകുമെന്നും ഈ മരണത്തിനപ്പുറത്ത് എന്തുണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യം നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വാഹനത്തിലും പലതിലും തിരക്കേറിയ ജീവിതത്തിന്റെ നടുവിൽ സകല മനുഷ്യരും എത്തിച്ചേരുന്നത് മരണത്തിന്റെ കീഴിൽ മാത്രമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. അല്പസമയം മുമ്പ് നാം കണ്ടു എന്ന് പറയുന്നവർ മരണത്തിന്റെ കീഴിലേക്ക് പോയി. അങ്ങനെ എല്ലാ മനുഷ്യരും നിത്യമായി മരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവിക ചിന്ത എന്തെന്ന് ഇന്ന് പകലിൽ നാം തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെ വിഷയങ്ങളെ ഒന്ന് ചിന്തിക്കാനിടയായി തീരുകയും വേണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിനപ്പുറത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്. ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡശരീരമാണ് ഈ മണ്ണിലേക്ക് പോകുന്നത്. നമ്മുടെ ദേഹിക്ക് ആത്മാവിന് പിന്നീട് ജീവിതമുണ്ട്. ആ ജീവിതത്തെ കുറിച്ചാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്. ഒരുവൻ അവന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ അവൻ ചെയ്തത് നല്ലതും തീയതുമാകിയാൽ അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ആ ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ വരേണ്ടതാകും. നമ്മെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം ചെറിയ നിലയിൽ മെച്ചപ്പെടുത്തുകയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ട് അതേ സ്വഭാവ നിലവാരത്തിലേക്ക് മനുഷ്യൻ വന്നുകൊണ്ട് ആ ദൈവമായ പിതാവിന്റെ കുടുംബത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നിത്യത രണ്ടുണ്ട്. നല്ലത് ചെയ്ത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് നിത്യമായ സമാധാനവും സന്തോഷത്തിലേക്കും എത്തിച്ചേരുന്നതാണ് സ്വർഗീയ ഭവനം. എന്നാൽ ഈ ജഡശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നാം പാപങ്ങളും അതിൻ്റെ രാഗങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുമ്പോൾ നിത്യമായ പാപത്തിന്റെ കുഴി, മരണത്തിന്റെ കുഴി, തീപ്പൊയ്കയിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. അപ്പോൾ ജീവനും മരണവും ദൈവം വെച്ചിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് മനുഷ്യർക്കാണ്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ വഞ്ചനയ്ക്കും കൊള്ളയ്ക്കും മുതിർന്നുകൊണ്ട് ജീവിക്കുവാനിടയായി തീരുന്നത് മനുഷ്യന്റെ കുറ്റമല്ല, അവരിൽ അടങ്ങിയിരിക്കുന്ന പാപമാണ്. ഈ പാപമാണ് മനുഷ്യനെ നരകത്തിലെ അഗ്നിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുവാനിടയായി തീർന്നത്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം പട്ടണത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വം. ഈ ലോകത്തിൽ അനുരൂപപ്പെട്ട് ജീവിച്ച് നിത്യമരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഈ ക്രിസ്തുവിന്റെ വചനം കേൾക്കാനിടയായി തീർന്നു. ദൈവമാണെന്നും എന്തിന് ദൈവം നമ്മെ രക്ഷിച്ചെടുക്കുന്നു, എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നെല്ലാം ഞാൻ ചിന്തിച്ചു മനസ്സിലാക്കിയപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹം എന്നെയും തേടി വന്നു. തന്റെ പുത്രനായ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ തന്റെ മരണത്താൽ, തന്റെ രക്തത്താൽ എനിക്ക് ലഭ്യമാകുവാൻ തീർന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്ന ഈ സന്ദേശത്തിന്റെ സന്തോഷം പാപകരമായ ജീവിതത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചെടുക്കുവാൻ മറ്റൊന്നിനും കഴിയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകിയിട്ടില്ല എന്നുള്ള ഈ സന്തോഷത്തിന്റെ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്ന ഈ സുവിശേഷം. ക്രിസ്തുവിൽ കൂടെ നാം ദൈവ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനും മകളുമായി ജീവിക്കുന്ന ഒരു നിലയിലേക്ക് വരിക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം.
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ കാലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിൽ മാനസാന്തരമാണ് ആവശ്യം. നിന്റെ ഹൃദയം ദൈവത്തിന് അതൊരു കവാടമായി തുറന്നു കൊടുക്ക. സ്വർഗസ്ഥ പിതാവ് നിന്റെ ഹൃദയത്തിനകത്ത് വാഴുവാൻ ജീവിക്കുവാൻ തക്കവണ്ണം നീ അതിന് ഒരുക്കപ്പെട്ടാൽ, നീ അതിന് മനസ്സ് വെച്ചാൽ, ആ ദൈവം നിന്നെ കുടുംബത്തിൽ നിന്നെ മകനുമാക്കി ജീവിക്കുന്ന തലത്തിലേക്ക് മാറ്റുമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. സകല മനുഷ്യന്മാരും ഈ ഭൂമിയിൽ ജീവിച്ച് മരണത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യപുത്രന്മാരായ നാം ദൈവപുത്രന്മാരായി വെളിപ്പെട്ടുകൊണ്ട് ആ ക്രിസ്തുവെ പോലെ ആയിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് ദൈവഭവനത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സന്ദേശമാണ് നിങ്ങളെ അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ജാതിയുടെ മതത്തിന്റെ ഭാഗമല്ല, ഒരു മതത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന പദ്ധതിയല്ല ഇത്. ദൈവഭവനത്തിൽ പാപികളായ മനുഷ്യരെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ക്രിസ്തു മുഖാന്തരം ദൈവക്കുടുംബത്തിലേക്ക് എത്തിക്കുന്ന ആ വലിയ രക്ഷയുടെ പദ്ധതിയിലേക്ക് ഈ ചേർത്തല ദേശത്ത് ഈ ജംഗ്ഷനിലായിരിക്കുന്ന സകലരെയും അറിയിക്കുന്ന ഈ സന്ദേശം എന്തെന്നാൽ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ രക്ഷിതാവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദൈവ കുടുംബത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള സന്തോഷം നിങ്ങൾക്കും ഇന്ന് പകലിൽ ചേർത്തല ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം അറിയിപ്പാൻ ഉന്നതനായ ദൈവത്തിന്റെ കൃപ ദേശത്തിന്റെ മധ്യയുണ്ടെന്ന് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളെ തേടി വന്നിരിക്കുന്നു. അതുകൊണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന് നിങ്ങളെ ഈ സന്ദേശം അറിയിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. പാപത്തിന് അടിമപ്പെട്ട് മദ്യത്തിന് ലഹരിക്ക് അടിമയായ ജീവിതത്തിൽ എന്നെ വിടിയിപ്പിച്ച ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവപൈതലായി മാറുവാൻ ഇടവന്ന ഈ ദൈവിക സന്ദേശം, ഈ ദൈവത്തിന്റെ രക്ഷ നിങ്ങൾക്കും അത് വന്നെത്തിച്ചേരും. ഈ സുവിശേഷം ഒരു മനുഷ്യനെ മാറ്റിക്കളയും. ഈ സുവിശേഷം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാനിടയായിത്തീർന്നു. ഈ സുവിശേഷം ജനത്തിന് പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് മാറ്റുന്ന സന്ദേശമാണ്. ഈ സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ഈ സുവിശേഷം രാജ്യത്തെ സുവിശേഷം ഇത് തന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുന്ന ആ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമാണ് ഈ സന്ദേശം. ദൈവരാജ്യ കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ താൽക്കാലിക ജീവിതം നിത്യമരണത്തിനോടുകൂടെ കഴിയുന്ന ഈ മനുഷ്യ ജീവിതത്തിൽ നിന്ന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷപ്പെട്ടുകൊണ്ട് ദൈവത്തോടുകൂടി എന്നും ജീവിക്കുന്ന അനുഭവത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ ദൈവ കുടുംബത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാത്രിയും പകലുമായി പലയിടത്തും ഈ സന്ദേശം വിളംബരം ചെയ്യുന്നതിന്റെ ലക്ഷ്യം, കാലം തികഞ്ഞു, തികഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ള കാലം സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുന്ന കാലമാസന്നമായിരിക്കുകയാണ്. അതിലേക്ക് സകല ജനങ്ങളും എത്തിച്ചേർന്നുകൊണ്ട് ആ സന്തോഷത്തിന്റെ ദിനങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ഒരുക്കമാണ് ഈ സുവിശേഷം. ഇതിലേക്ക് ഏത് പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ സന്ദേശം നിങ്ങൾ ശ്രമിപ്പാനും കഴിപ്പാനിടയായി തീർന്നല്ലോ. ദൈവസ്നേഹം നിങ്ങളിലും കടന്നു വരുവാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സമയം നിങ്ങൾ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ലക്ഷ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ മറുതലിച്ച് നീങ്ങുവാനിടയായി തീരാതെ, ജാതിയുടെ മതത്തിന്റെ സന്ദേശമല്ല, ഇത് മതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതല്ല, ഇത് സ്വർഗീയ കൃപയണിഞ്ഞ ദൈവത്തിന്റെ മക്കളായി തീരുന്ന ഒരു അനുഭവത്തിന്റെ സാക്ഷി നിങ്ങളോട് ഈ ദേശത്ത് പ്രസ്താവിക്കുകയാണ്. രാജ്യത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്ക് സാക്ഷ്യമായി ഈ ഭൂലോകത്തേക്ക് പ്രസ്താവിക്കപ്പെടും. അപ്പോൾ ഈ യുഗം തീരുമെന്നുള്ള ഈ വലിയ സാക്ഷ്യം ഈ ചേർത്തല പരിസര ദേശങ്ങളിലെല്ലാം നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.